അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ ഷഅബാൻ, ആ ഷഅബാൻ മാസത്തിൻ്റെ നിലാവ് കണ്ടു എന്ന് നമ്മൾ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകളിലൂടെയോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ നമ്മൾ അറിഞ്ഞാൽ, വിശ്വസ്തരായ ഒരാൾ നമ്മളെ വിളിച്ച് പറഞ്ഞാൽ, അങ്ങനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, നേരിട്ട് കാണണമെന്ന് തന്നെയില്ല, മറ്റു വിശ്വസ്തരായ ഒരാൾ പറഞ്ഞാലും മതി, അങ്ങനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ പറയേണ്ടത് ഒരു ദുആയാണ്, ഒരു ദിക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ, മഹാനായ ഇമാം തുർമുദി തങ്ങൾ അവിടുത്തെ കിതാബിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ചെറിയൊരു ദുആയാണ്. ഏതാണ് ആ ദുആ? അല്ലാഹു അക്ബർ. ആദ്യം പറയേണ്ടത് അതാണ്. അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർലാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. ആ ഒരു ദുആയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ആദ്യം പറയണം അല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീ വലിയവനാണ്, നീയാണ് ഏറ്റവും വലിയവൻ, നീ എത്രയോ മഹത്വമുള്ളവനാണ്, വലിയവനാണ്. ആ അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയുന്നു അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർലാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. അല്ലാഹുവേ, ഈ ചന്ദ്രൻ അല്ലെങ്കിൽ ഈ മാസം ഞങ്ങൾക്ക് നിർഭയത്വമുള്ളതാക്കണേ. അല്ലാഹുവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതാക്കണേ, രക്ഷയും സമാധാനവുമാക്കണേ, ഐശ്വര്യം കിട്ടുന്നതാക്കണേ അല്ലാ. എന്നിട്ടോ അവസാനം പറയുന്നു റബ്ബുനാ വറബ്ബുകല്ലാ. ഓ ചന്ദ്രനെ, ഓ നിലാവേ, അല്ലെങ്കിൽ ഈ മാസമേ, നിന്റെ റബ്ബും ഞങ്ങളുടെ റബ്ബും അല്ലാഹുവാകുന്നു. ഈ ദുആയാണ് നമ്മൾ പറയേണ്ടത്. ഇത് ഇന്ന് നിലാവ് കണ്ട്, ഇന്ന് പിറ കണ്ട്, നാളെ ഷഅബാൻ ഒന്നാണെന്നറിഞ്ഞാൽ നമ്മൾ പറയേണ്ട ഒരു സുന്നത്തായ ദുആയാണ്. അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർലാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. ഈ ദുആ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം അള്ളാഹുവിൻ്റെ കാവലിലായിരിക്കും നമ്മളെല്ലാവരും. നമ്മുടെ വീടും നമ്മുടെ കുടുംബവും നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും. പ്രത്യേക ഒരു കാവൽ അള്ളാഹു നൽകുമെന്നാണ്. ഈ ദുആ കേട്ട് കഴിയുമ്പോൾ പല ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒരുപക്ഷെ സംശയമുണ്ടാകും, ഉസ്താദേ, ഈ ദുആ തന്നെയല്ലേ റജബ് മാസത്തിൻ്റെ നിലാവ് കണ്ടാൽ, റജബ് ഒന്നാണെന്നറിഞ്ഞാൽ ചൊല്ലേണ്ട ദിക്റുകളുടെ കൂട്ടത്തിൽ, ദുആകളുടെ കൂട്ടത്തിൽ ഈ ദുആ തന്നെയല്ലേ പറഞ്ഞത്? അതിനു മുമ്പ് ജമാദുൽ ഉഖ്റ, അതിനു മുന്നേ ജമാദുൽ ഊല, ഈ മാസങ്ങളിലൊക്കെ നിലാവ് കണ്ടാൽ പറയേണ്ട, അല്ലെങ്കിൽ ഇത് ഒന്നാണെന്നറിഞ്ഞാൽ പറയേണ്ട ദുആ എന്ന് പറഞ്ഞ് ഈ ദുആ തന്നെയാണല്ലോ ഉസ്താദ് എല്ലാ മാസവും പറയുന്നത് എന്ന് ചില ആളുകൾക്ക് സംശയം തോന്നിയേക്കാം. ഇതങ്ങനെ തന്നെ, അതായത് എല്ലാ മാസവും നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ, അതായത് നാളെ അല്ലെങ്കിൽ ഇന്ന് അറബി മാസത്തിൻ്റെ തുടക്കമാണെന്നറിഞ്ഞാൽ ചെയ്യേണ്ട, പറയേണ്ട ദുആയാണ് ഇത്. ഇത് ഹദീസിൽ വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. അവരൊക്കെ ഓരോ മാസത്തിൻ്റെയും തുടക്കത്തിൽ, എല്ലാ മാസവും, അത് റമദാൻ ആവട്ടെ, ഷഅബാൻ ആവട്ടെ, റജബ് ആവട്ടെ, റബീഉൽ അവ്വൽ ആവട്ടെ, ആഖിർ ആവട്ടെ, ഏത് മാസമാണെങ്കിലും തുടക്കത്തിൽ നിലാവിനെ കണ്ടാൽ, നിലാവ് കണ്ടു എന്നറിഞ്ഞാൽ ഈ ദുആ പതിവാക്കുമായിരുന്നു. അപ്പോൾ ഇത് ഹദീസിൽ വന്ന ദുആയാണ്. ഓരോ മാസവും നിലാവ് കണ്ടാൽ വ്യത്യസ്തമായ ദുആയല്ല, എല്ലാ മാസവും നിലാവ് കണ്ടാൽ ഒറ്റ ദുആയാണ്. പിന്നെ അത് ഓരോ മാസവും ആകുമ്പോൾ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും അത് വീഡിയോയിലൂടെ ഒന്ന് ഉണർത്തിത്തരുന്നു എന്ന് മാത്രമല്ല, ഇന്നത്തെ ഈ രാത്രി, അതായത് ഇന്ന് നിലാവ് കണ്ടു, അതായത് നാളെ ഷഅബാൻ ഒന്നാണെന്നറിഞ്ഞു, ഇന്ന് ഷഅബാൻ ഒന്നിൻ്റെ രാവാണെന്നറിഞ്ഞാൽ നമ്മൾ എന്താണ്, ഈ രാത്രി ഒരുപാട് ദുആ ഇറക്കണം. കാരണം ദുആക്ക് ഇജാബത്തുള്ള, മുസ്തജാബു ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന വലിയ ഒരു ശ്രേഷ്ഠമുള്ള രാത്രിയാണ്, ഇജാബത്തുള്ള രാത്രിയാണ്. നമ്മൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ, നമ്മളത് ഇങ്ങനെ ദുആ ചെയ്ത് വരികയാണ്. അപ്പോൾ ചില ആളുകൾ ഷഅബാനിലാകുമ്പോൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ, ആ റജബ് കട്ട് ചെയ്തിട്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് പറയാറുണ്ട്. അങ്ങനെ വേണ്ട.
നമുക്ക് ഹദീസിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ ദുആരക്കുക. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ, അങ്ങനെ ആ ഹദീസിലുള്ളത്. അതുകൊണ്ട് റജബായാലും ശഅബാനായാലും ഒക്കെ അങ്ങനെ തന്നെ ദുആരക്കണം. അപ്പോൾ ദുആ അധികരിപ്പിക്കുക. ഏത്? ഈ ദുആ തന്നെ പറയുക. അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ബറക്കത്തുണ്ടാവാൻ, നമ്മുടെ കുടുംബത്തിലൊക്കെ ബറക്കത്തുണ്ടാവാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, കുടുംബബന്ധം ചേർക്കണം, മറ്റുള്ളവരോട് സലാം പറയണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇത്ആം ഭക്ഷണം ഭക്ഷിപ്പിക്കണം. ഈ 3 കാര്യം ചെയ്താൽ ബറക്കത്തുണ്ടാകും. ബറക്കത്തെന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടാവുകയല്ല, ഒരുപാടുണ്ടാവുകയല്ല, ഉള്ളതിൽ നമുക്ക് തൃപ്തി ഉണ്ടാവുക, അതാണ് ബറക്കത്ത് പറഞ്ഞാൽ. അപ്പോൾ ബറക്കത്തിനായിട്ട് നമ്മൾ ദുആരക്കണം. അതുപോലെ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ദുആ, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആ ദുആ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പിന്നെയോ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആ ദുആ വർദ്ധിപ്പിക്കുക. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആ ദുആ വർദ്ധിപ്പിക്കുക. മഹാനായ യൂനുസ് നബി പറഞ്ഞ ദുആ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അപ്പോൾ ഇന്നത്തെ മഗ്രിബ് നിസ്കാരം പരമാവധി ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം. ഉമ്മമാര് വീട്ടിലും ഉപ്പമാര് പുരുഷന്മാര് പള്ളിയിലും. അതിനുശേഷം വരുന്ന ഇശാ നിസ്കാരം. പിന്നെയോ ഇശാ കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് പോരാതെ ഇശാക്ക് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത്, ശേഷം 3 റക്അത്ത്, കുറഞ്ഞത് 3 റക്അത്തെങ്കിലും വിത്ർ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി പിന്നെ എഴുന്നേൽക്കുമ്പോൾ തഹജ്ജുദ് നിസ്കാരമുണ്ട്. പിന്നെ സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത്, പിന്നെ സുബഹി നമസ്കാരം. ഈ നിസ്കാരങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ച് നിസ്കരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ വലിയ പ്രതിഫലമാണ് അല്ലാഹു തആല ഈ ശഅബാൻ മുഴുവനും നമുക്ക് നൽകുന്നത്. ശഅബാൻ മുഴുവനും നമുക്ക് കിട്ടും. മാത്രമല്ല ഈ രാത്രി ഹയാത്താക്കാൻ പറ്റുന്നവർ ഹയാത്താക്കിയാൽ വലിയ പ്രതിഫലമാണ്. ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ ഉറക്കമൊഴിച്ച് ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, അതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ സാധാരണ രാത്രി ചെയ്യുന്ന ഇബാദത്തുകളുണ്ട്. ഇശാ നിസ്കരിക്കുന്നു, പിന്നെ സുന്നത്ത് നിസ്കരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അതിൽ നിന്നും വിഭിന്നമായി എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരിക. അതായത് ഇശാ നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോരുകയാണെങ്കിൽ ഇന്ന് രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് കുറച്ച് ഖുർആൻ ഓതിയിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിക്റുകൾ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീട്ടിലേക്ക് വരിക. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ഹയാത്താക്കലിൻ്റെ രൂപം വരും അവിടെ. ഹയാത്താക്കം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ തന്നെ ഇരിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ഇരിക്കാം, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവർക്ക് അങ്ങനെ ഇരിക്കാം. എങ്ങനെ? ഖുർആൻ ഓതിക്കൊണ്ടോ തസ്ബീഹ് പറഞ്ഞുകൊണ്ടോ ഒക്കെ ഇരിക്കുന്നവർക്ക് അങ്ങനെ ഇരിക്കാം. പരമാവധി സ്വലാത്ത്, ദിക്ർ, ദുആ, സുന്നത്ത് നിസ്കാരങ്ങൾ, സ്വദഖ, അതുപോലെ പള്ളിയിലിരിക്കുന്നവർ പ്രത്യേകം ഇഅ്തികാഫിൻ്റെ നിയ്യത്ത് കരുതിയാൽ വലിയ പ്രതിഫലമാണ്. ഖുർആൻ പാരായണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ രാത്രി ചെയ്യാൻ പറ്റിയാൽ വലിയ കൂലിയാണ് അള്ളാഹു നൽകുന്നത്. ഇങ്ങനെ ഒരു മനുഷ്യൻ ഇന്നത്തെ രാത്രി, അതായത് ശഅബാൻ 1 അറിയുന്ന രാത്രി ഹയാത്താക്കി കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു തആല കൊടുക്കുന്നത് 5 കൂലിയാണ്. ഒന്നാമത്തേത്, അവൻ്റെ ഖൽബ് മരിക്കില്ല എന്നാണ്. പലപ്പോഴും നമ്മൾ ഈ പാപങ്ങളൊക്കെ ചെയ്തു പോകുന്നത് നമ്മുടെ ഖൽബിൽ, നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈമാൻ ഇല്ലാത്തത് ഹൃദയം മരിച്ചത് കൊണ്ടാണ്. ഹൃദയം മരിക്കുന്നതിനെ തൊട്ട്, ഹൃദയം ചത്തുപോകുന്നതിനെ തൊട്ട് അല്ലാഹു കാക്കുമെന്നാണ്. അത് പറഞ്ഞാൽ ആത്മീയമായ മരണമാണ് ഉദ്ദേശം, അല്ലാതെ ഹൃദയം നിന്നു പോവുക അതല്ല ഉദ്ദേശം, ഹൃദയത്തിൻ്റെ ആത്മീയമായ മരണം. പിന്നെയോ രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, കരുണയുണ്ടാകും. മൂന്നാമത്തേത്, അള്ളാഹു തആല പാപങ്ങൾ പുറത്തു നൽകും. നാലാമത്തേത്, നമ്മുടെ ജീവിത വിഭവങ്ങളിൽ അള്ളാഹു ബറക്കത്ത് നൽകും. അഞ്ചാമത്തേത്, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ സാധിക്കും. ഈ 5 കാര്യങ്ങൾ നമുക്ക് അള്ളാഹു നൽകുന്നതാണ്. പിന്നെയോ മഗ്രിബ് നിസ്കാരം, ഇശാ നിസ്കാരം, പിന്നെ വരുന്ന സുബഹി, ഇതെല്ലാം ജമാഅത്തായിട്ട് പ്രത്യേകം നിസ്കരിക്കാൻ ശ്രദ്ധിക്കണേ. സൂറത്തുൽ ഇഖ്ലാസ് പരമാവധി വർദ്ധിപ്പിക്കണം. സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ റജബ് മാസത്തിൽ ഓതി, ശഅബാനിലും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. മാത്രമല്ല ഒരുപാട് സ്വലാത്തുകൾ പറയേണ്ട മാസമാണ്. കാരണം അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നു, റജബുൻ ഷഹ്റുല്ലാ ശഅബാനു ഷഹ്രി റമളാനു ഷഹ്റു ഉമ്മത്തി. റജബുൻ ഷഹ്റുല്ലാ, അത് അല്ലാഹുവിൻ്റെ മാസമാണ്. അത് കഴിഞ്ഞു പോവുകയാണ്. ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്, നമ്മളിലേക്ക് വരുന്നത് ശഅബാനാണ്. ശഅബാനു ഷഹ്രി, ശഅബാൻ എൻ്റെ മാസമെന്ന് മുത്ത് റസൂല് സ്വന്തത്തോട് ചേർത്ത് പറഞ്ഞ മാസം. അതുകൊണ്ട് നബിതങ്ങൾക്ക് ഇഷ്ടമുള്ള മാസമാണ്. നമ്മളും ഈ മാസത്തെ ഇഷ്ടപ്പെടണം. ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരുപാട് സ്വലാത്തുകൾ പറയുക, ഒരുപാട് സ്വലാത്തുകൾ റമളാനിലേക്ക് എത്തിക്കണേ എന്നും നമ്മൾ ദുആരക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ, ഇതിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ചില ആളുകൾ കമൻറ്റ് രേഖപ്പെടുത്തിയിരുന്നു മുമ്പത്തെ നമ്മുടെ ഒരു വീഡിയോയിൽ താഴെ. അതായത് ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ ഇത്രയധികം ഇബാദത്തുകൾ ചെയ്യാനുണ്ടോ? ഇത് ഭയങ്കര ഇടങ്ങേറാണല്ലോ. ഒരുപാട് ദിക്ർ, സ്വലാത്ത്, ദുആ, പിന്നെ സുന്നത്ത് നിസ്കാരം എല്ലാം കൂടി ഓവർലോഡ് ആണല്ലോ ഉസ്താദെ എന്ന രൂപത്തിൽ കമൻറ്റുകൾ എഴുതിയിരുന്നു. ഇത് നമുക്ക് ഓവർലോഡ് അല്ല. കാരണം ഇത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ചെയ്യുന്ന കാര്യത്തിൽ 1-2 കാര്യങ്ങൾ എക്സ്ട്രാ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇതെല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിൽ പറയുമ്പോൾ ഇത് ഭയങ്കര ഓവർലോഡായിട്ട് തോന്നുന്നതാണ്. ഇപ്പോൾ നമ്മൾ സുബഹി നിസ്കരിക്കുന്നു, അപ്പോൾ സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്, തഹജ്ജുദ് നിസ്കരിക്കുന്നു, ഇതൊക്കെ നമ്മൾ ചെയ്യാറുള്ള കാര്യമല്ലേ. പിന്നെ ഓരോ നിസ്കാരത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ദിക്റുകൾ പറയുന്നു. ഈ എല്ലാ കാര്യവും കൂടി നമ്മൾ ഒന്നിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ ഇത് ഭയങ്കര ഓവർലോഡായി തോന്നുന്നതാണ്. കാരണം ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സൂറത്തുൽ വാഖിയ ഓതാറുണ്ട്, നമ്മൾ തസ്ബീഹ് പറയാറുണ്ട്, ദിക്ർ പറയാറുണ്ട്, ഇസ്തിഗ്ഫാർ പറയും, ദ്വാരക്കും, ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. പക്ഷേ ഇതൊക്കെ നമ്മൾ ഒരാൾ ഉണർത്തുമ്പോൾ ഒരു ഓവർലോഡായിട്ട് തോന്നുന്നതാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, ചെയ്യേണ്ട കാര്യമാണ്. ഇതൊക്കെ ചെയ്യലാണ് ഒരു മുഅ്മിൻ അവൻ്റെ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആവാൻ. ഇവിടെയല്ലല്ലോ നമുക്ക് സന്തോഷം, ആഖിറത്തിലല്ലേ. അപ്പോൾ ആഖിറത്തിൻ്റെ ജീവിതം സന്തോഷമാവാൻ ഈ ഓവർലോഡ് അല്ലാത്ത ഈ കാര്യങ്ങൾ, അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു തോന്നലായിരിക്കുമെന്ന് ഭയങ്കര പ്രശ്നമാണ് ഓവർലോഡാണെന്ന്. അങ്ങനെയാണെങ്കിൽ നബിതങ്ങളും അവിടുത്തെ സ്വഹാബിമാരൊക്കെ എത്ര ഓവർലോഡാണ് ഓരോ ദിവസം അവർ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുക. ഏതെങ്കിലും വീഡിയോയിൽ ഞാനോ അല്ലെങ്കിൽ മറ്റു ഉസ്താദുമാരോ പറഞ്ഞിട്ടുണ്ടോ എന്ത് രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കണമെന്ന്? അല്ലെങ്കിൽ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് നോമ്പ് പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അതൊക്കെയാണ് ഓവർലോഡ്. നമുക്ക് ഓവർലോഡ്. പക്ഷേ മറ്റ് മുൻഗാമികൾക്കൊന്നും അതൊന്നും ഒരു ഓവർലോഡ് ആയിരുന്നില്ല. നമ്മുടെ മുൻഗാമികൾ ആരും ഇങ്ങനെ ചെയ്ത് കണ്ടില്ലല്ലോ എന്ന് ചില ആളുകൾക്ക് സംശയം തോന്നാം. അല്ല, മുൻഗാമികളൊക്കെ ഇത് ചെയ്തതാണ്. പക്ഷെ അവർ ചെയ്യുമ്പോൾ അന്ന് അവർ ചെയ്യുമ്പോഴും അവർ പറയുമ്പോഴും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും ഇന്നത്തെ നമ്മുടെ ആധുനിക സംവിധാനങ്ങളൊന്നുമില്ല. ഇന്ന് യൂട്യൂബ് സംവിധാനങ്ങളുണ്ട്, നമ്മുടെ എല്ലാവർക്കും മൊബൈൽ ഫോണുണ്ട്. അപ്പോൾ നമുക്ക് ആ ചെയ്യേണ്ട, നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഓരോ മാസത്തിലും ഓരോ ദിവസത്തിലൊക്കെ ചെയ്യേണ്ട അറിവുകൾ ഇന്ന് ഉസ്താദുമാർ മറ്റുള്ളവർ നമുക്ക് വീഡിയോയിലൂടെയൊക്കെ അറിയിച്ചു തരുകയാണ്. ഇതൊക്കെ നമ്മുടെ മുൻഗാമികൾ നമുക്ക് ചെയ്ത് കാണിച്ചു തന്നതാണ്. പിന്നെ അവരുടെ കാലത്ത് ഇത് വലിയ മഷ്ഹൂറായിരുന്നില്ല. കാരണം അവർക്ക് അത് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ കുറവായിരുന്നു. ഇന്ന് നമ്മുടെ യൂട്യൂബിൻ്റെ കാലത്ത്, സോഷ്യൽ മീഡിയ കാലത്ത് നമ്മുടെ ചെറിയൊരു അമലാണെങ്കിലും അതിപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്ത് ഇപ്പോൾ നമ്മുടെ വാട്സപ്പിലൊക്കെ തന്നെ എത്രയോ മെസ്സേജുകൾ വരുന്നു. അതിലെത്രയോ മസ്അലകൾ. കാരണം ഇതൊക്കെ പണ്ട് 1-2 പേർക്ക് അറിയാവുന്ന മസ്അലകൾ, ചെറിയ ദുആകളൊക്കെ ഇന്ന് എല്ലാവർക്കും അറിയാം. കാരണം എന്താണ്? സോഷ്യൽ മീഡിയയിലൂടെ അതിങ്ങനെ പ്രചരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും മുൻഗാമികളൊക്കെ ചെയ്തതാണ്. നമുക്കത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പുതുതായിട്ട് തോന്നുന്നതാവാം. അല്ല, ഇതൊക്കെ പണ്ട് മുതലേ ഉള്ളതാണ്. അള്ളാഹു ഇതൊക്കെ ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തആല ഈ പറയുന്ന കേൾക്കുന്ന മുഴുവൻ കാര്യങ്ങളും ജാരിയായ സ്വതക്കയായി, നാളെ ഖബറിലും നമുക്ക് ഉപകാരപ്പെടുന്ന സ്വതക്കയായി, ഇൽമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ നമ്മുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും രേഖപ്പെടുത്തുന്നുണ്ടോ അതൊക്കെ വായിക്കുന്നുണ്ട്. എല്ലാത്തിനും ഓരോ സെപ്പറേറ്റ് ആയിട്ട് മറുപടി തരാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് മൊത്തത്തിൽ ദുആയിൽ ഓർക്കുന്നത്. അല്ലാഹു തആല എല്ലാവർക്കും സമാധാനം നൽകട്ടെ, ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ, രോഗങ്ങൾ ശിഫയാക്കുമാറാവട്ടെ. ആരെല്ലാം എന്തെല്ലാം പ്രയാസങ്ങൾ കൊണ്ട് എന്തെല്ലാം പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ടോ എല്ലാവരുടെയും പ്രതിസന്ധികൾ അല്ലാഹു തആല മാറ്റിക്കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കുമാറാവട്ടെ. ആമീൻ.